CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെതിരായ സൈബർ ആക്രമണത്തിന് കാരണം സമൂഹ മാധ്യമങ്ങളിൽ ചിലർ തെറ്റായി ഉപയോഗിക്കുന്നത് മൂലമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സ്വരാജ് പറഞ്ഞത് യുദ്ധത്തിനെതിരായ പൊതു നിലപാടാണ്. സംസ്ഥാനത്ത് ജമാഅത്തെ SDPI സംഘടനകളെ UDFന്റെ ഭാഗമാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുകയാണെന്നും എന്നാൽ UDF ഇതിനെ തള്ളിപ്പറയുന്നില്ലെന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു. ഭീകരവാദത്തിനെതിരായി രാജ്യം ശക്തമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഈ തീരുമാനം ഇന്ത്യ തുടരണം. ഒരു കാരണവശാലും ഭീകരവാദത്തെ വെച്ചുപൊറുപ്പിക്കാൻ പാടില്ല. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണ തുടരും എന്ന് പ്രതീക്ഷിക്കുന്നതായും ആയതിനാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഇനിയുള്ള റാലികൾ മുൻ നിശ്ചയിച്ച തീയതികളിൽ തന്നെ നടത്തും. കോഴിക്കോട്ടെ LDF റാലി 13-ന് നടക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെതിരായ സൈബർ ആക്രമണത്തിന് കാരണം സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. ചില തെറ്റായ രീതികൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും നടത്തുന്നുണ്ട്. തെറ്റായ വാർത്തകൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ആ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കണം. തെറ്റായ വാർത്തകളിൽ ആരും കുടുങ്ങാൻ പാടില്ല. യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു നിലപാടുണ്ട്. ആ നിലപാടാണ് സ്വരാജ് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ടതല്ല. യുദ്ധത്തോടുള്ള ഒരു പൊതു സമീപനം, അതാണ് സ്വരാജ് പറഞ്ഞിട്ടുള്ളത്. ജമാഅത്തെ SDPI ശക്തികളെ മുസ്ലിം ലീഗ് ഇടപെട്ട് UDFന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ ജമാഅത്ത് SDPI ഈ രണ്ട് ശക്തികളും മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അവർ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാക്കാൻ ലീഗ് നേതൃത്വം നൽകി പ്രവർത്തിച്ചു വരികയാണ്. ഒരിക്കലും UDF ഈ നിലപാടിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഈ നിലപാടിനെയെല്ലാം ഉപയോഗപ്പെടുത്തി വർഗീയമായ ധ്രുവീകരണമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മതധ്രുവീകരണം നടത്തി അടുത്ത വട്ടം അധികാരത്തിൽ വരുവാനാണ് UDF ശ്രമിക്കുന്നത്. എന്നാൽ ഇത് വില പോവില്ലെന്നും മൂന്നാം വട്ടവും LDF സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. KPCC നേതൃത്വത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കില്ലെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.